Hi friends, welcome back to our channel. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ട് ടോപ്പിക്കുകളാണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആഫ്റ്റർ 2 years നമ്മുടെ ഡീസൽ ജിപ്സിയുടെ ഒരു റിവ്യൂ കാര്യങ്ങളാണ്. റിവ്യൂ മാത്രമല്ല ഇതിൻ്റെ എന്തൊക്കെ പ്രോബ്ലംസ് വന്നുള്ളതെന്നും കൂടിയാണ് ഞാൻ ഫസ്റ്റ് ഇതിൽ പറയാൻ പോകുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽ ഉള്ള മെമ്പേഴ്സ് എന്നോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുടെ ആൻസേഴ്സാണ്. അപ്പോൾ നമുക്ക് ആ രണ്ട് ടോപ്പിക്കിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടാം. ടോപ്പിക് നമ്പർ 1 നമ്മളുടെ വണ്ടിയിൽ വന്നിട്ടുള്ള മേജർ അപ്ഡേറ്റ്സ്. ഇത് എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് 2 wheel ഡ്രൈവ് ഡീസൽ ജിപ്സി ആയിരുന്നു. അതിന് ഞാൻ 4 wheelലേക്ക് ആക്കിയതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാനലിൽ ആൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നീട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്ഫർ കേസ് വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് അത് 410 നിന്ന് 413 മാറി. അതുപോലെ തന്നെ ഹൗസിങ്ങും മാറി. ഹൗസിങ്ങും ജിപ്സി കിങ്ങിലേക്ക് മാറി. ഈ ഒരു മേജർ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. അത് വന്നതുകൊണ്ടുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ എൻജിൻ ഒന്നും കൂടി ഫ്രീ ആയി. അപ്പോൾ എന്താ വെച്ചാൽ നോർമൽ യൂസ്, ഒരു നോർമൽ റോഡ് യൂസ് ഒന്നും കൂടി നമുക്കൊരു സ്പീഡ് കാര്യങ്ങൾ കയറാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫ് റോഡിന് വലിയ രീതിക്കൊന്നും പ്രശ്നങ്ങളില്ലാത്ത രീതിക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മേജർ അപ്ഡേറ്റ് ആണ് നമ്മളതിൽ വന്നിട്ടുള്ളത്. രണ്ടാമത്തെയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ടോപ്പിക് ഉള്ളത്. നമ്മളുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള മെമ്പേഴ്സ് എന്നോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുടെ ആൻസേഴ്സാണ്. അതിൽ ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ റൂഫാണ്. റൂഫ് എങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് ചെയ്തത്, അത് വെൽഡിംഗ് ആണോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് നമ്മളുടെ ഒരു സ്റ്റീരിയോ കൺസോളിൻ്റെ അവിടെ വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. അതിൻ്റെ ഡീറ്റെയിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നീട് ഇതിൻ്റെ ട്രാൻസ്ഫർ കേസ് അല്ലെങ്കിൽ 4x4 ഗിയർ ബോക്സ് എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് ആദ്യം റൂഫിലേക്ക് ഇടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ടോപ്പിൻ്റെ കാര്യം നോക്കാം. ടോപ്പ് മെറ്റൽ ടോപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ചെയ്തതല്ല, ഇത് ഡൽഹി മെയ്ഡാണ്. ഇതിനെ വെൽഡ് ചെയ്തോ കാര്യങ്ങളോ ആയിട്ടോ ഒന്നുമല്ല വെച്ചിട്ടുള്ളത്. 4 ബോൾട്ടിലാണ് പ്രധാനമായിട്ട് ഇതിനെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. 4 ബോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നോർമൽ ഹാർഡ്ടോപ്പ് ജിപ്സിയുടെ നമ്മളെ ഫ്രണ്ട് ടോപ്പ് വരുന്ന അതേ രീതിക്ക് തന്നെയാണ് ഇതിൻ്റെയും കൊടുത്തിട്ടുള്ളത്. മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് ഈ ഒരു ഇതിനെ തുളച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മൊത്തം 4 ബോൾട്ടിലാണ് ഈ ഒരു സംഭവം നിൽക്കുന്നത്. ഞാൻ ഇത് നിങ്ങൾക്കൊന്ന് ഊരി കാണിച്ചു തരാം. ആദ്യത്തെ ഇത് 10mm ബോൾട്ടാണ് വരുന്നത്. ഇതേപോലത്തെ 4 ബോൾട്ടുകളാണ് വരുന്നത്. നമുക്കത് ബാക്കിയുള്ള കൂടി ഒന്ന് ഊരിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ 4 ബോൾട്ട് കാര്യങ്ങളെല്ലാം ഊരിയിട്ടുണ്ട്. ഇത് 4 ബോൾട്ട് ഊരി കഴിഞ്ഞാൽ ഒരാൾക്ക് തന്നെ ഇതൊന്ന് പൊന്തിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതിനൊന്ന് ജസ്റ്റ് പൊന്തിച്ചെടുക്കലാണ്. വേറെ ഒന്നും തന്നെ അല്ല, എവിടെയും വെൽഡിങ് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് ഇതിലേക്ക് ഒന്ന് പ്രസ്സായിരിക്കുകയാണ് ചെയ്യുക. ഇനി നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് വെക്കാം. അപ്പോൾ എന്തിനു ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ നമുക്കിത് പൊന്തിപ്പോരും. ഇത് ഒരാൾക്ക് തന്നെ എടുത്ത് വയ്ക്കാവുന്ന കേസുകളോ. ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം ഫുള്ളായിട്ട് പോരും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ടോപ്പിൻ്റെ ഭാഗം ഊരിയെടുത്തിട്ടുണ്ട്. ആകെ ഇത്ര പോകുന്ന ഒരൊറ്റ ഇതേ വരുന്നുള്ളൂ. ഇതിൻ്റെ ഔട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ്. ഇത് പക്ക മെറ്റലാണ്, ഫൈബർ കാര്യങ്ങളൊന്നുമല്ല. അതിലൊരു LED ബാറിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു ലൈറ്റിന് ഇത് വേണ്ടി കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും തന്നെ ഇവിടെ അല്ല. പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുടുക്കിയിട്ടുള്ള രീതി, ഇവിടെ 2 നെറ്റിനുള്ള ഭാഗങ്ങൾ, ഇവിടെ 2 നെറ്റ് വെച്ച് വെൽഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഇവിടെയുണ്ട്. ഇതിൻ്റെ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു പട്ട കൊടുത്തിട്ടുണ്ട്. പ്ലസ് നമ്മൾ ഇവിടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും അതുപോലെ തന്നെ 2 ബോൾട്ടിനുള്ള ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമാണ് ഈ ഒരു ടോപ്പിന് ആകെ ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. ഇത് പക്ക പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമുക്കൊരു റെയിൻ ഗാർഡ് കാര്യങ്ങളെ രീതിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം നമുക്ക് ഇതിലൂടെ പോകും. ഇനി ഇതിലേക്കായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞുതരാം. നമ്മളുടെ നോർമൽ ജിപ്സിയുടെ ഹാർഡ് ടോപ്പിൻ്റെ പോർഷൻ ഇതാ ഇവിടെ ഒരു 2 നെറ്റാണ് വരിക. അതിലേക്ക് ഒരു ബ്രാക്കറ്റ് ഉണ്ടാക്കി അതിനുശേഷം ആ ബ്രാക്കറ്റാണ് നമ്മുടെ ഹാർഡ് ടോപ്പിലേക്ക് കണക്ട് ആവുന്നത്. അതിനുശേഷം പുറകിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോളും കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഹോളും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മൊത്തം 4 ബോൾട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു സെമി ഹാർഡ് ടോപ്പ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിലേക്ക് എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന എല്ലാവിധ ഭാഗങ്ങളും തടയും. പോരത്തേന് ഇവിടെ ഫ്ലെക്സിബിളായിട്ട് നിൽക്കില്ല. അപ്പോൾ സെമി റാലി ക്യാബിൻ വരുമ്പോൾ നമുക്ക് ഒന്നും കൂടി ബെറ്ററാണ്, കുറച്ചും കൂടി സേഫാണ്. പിന്നെ ബാക്കി ഭാഗം നോർമൽ പടുതയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ബാക്കിലേക്കായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ മെയിൻ ഹാർഡ് ടോപ്പിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി അടുത്തത് പറയാനുള്ളത് നമ്മളുടെ കൺസോളാണ്. അപ്പോൾ നമുക്ക് അത് നോക്കാം.
അടുത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൺസോളാണ് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കൺസോളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൺസോൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഡൽഹി മെയ്ഡ് കൺസോളാണ്. ഇതിൻ്റെ ലെങ്ത് ഏകദേശം ഈ ഒരു പോർഷൻ വരെ ഉണ്ടായിരുന്നു. അതിന് ഞാൻ പിന്നെ കട്ട് ചെയ്ത് ചെറുതാക്കിയാണ്. ഇത് കട്ട് ചെയ്യാനുള്ള കാരണം എന്താ ചോദിച്ചാൽ നമ്മളെ 4 വീൽ ആയ സമയത്ത് ഈ ഒരു ഗിയറിൻ്റെ പോർഷൻ ഇതിലൂടെ വരുന്നത് കുറച്ച് റിസ്ക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മെറ്റലാണ് ഇതും വരുന്നത്. ഇതിൽ നമുക്ക് സ്റ്റീരിയോയ്ക്കുള്ള ഒരു ട്രയയുടെ കാര്യം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇത് എസ്റ്റീമിൽ വരുന്ന ഒരു ക്ലോക്കാണ് വരുന്നത്. അതിനുശേഷം ഒരു 3 സ്വിച്ചുകൾ കണക്ട് ചെയ്തിട്ട് ഇത് 2 ഞാൻ LED ബാറിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചതായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഒരു സിഗരറ്റ് ലാമ്പിൻ്റെയും വന്നിട്ടുണ്ട്. ഈ സിഗരറ്റ് ലാമ്പിനെ ഞാൻ ആൾറെഡി നമ്മളുടെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ബാറ്ററിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു അഡീഷണൽ ഫ്യൂസ് കൊടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസോളിൻ്റെ വരുന്നത്. കൺസോളും ഫുള്ളായിട്ട് വരുന്നില്ല. കൺസോളിൻ്റെ ഇത്ര വരെയാണ് വരുന്നത്. ഇവിടെ ബോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമായിട്ട് എംറ്റി ആണ്. ഇതിൻ്റെ ഉൾഭാഗം എംറ്റി ആക്കാൻ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു ഇൻവെർട്ടറിൻ്റെ കാര്യം കൂടി ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാനുണ്ട്. അതൊരു അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്. നമ്മളുടെ വണ്ടിക്കുള്ള കംപ്ലീറ്റ് ആയിട്ട് ഒരു AC പവർ സപ്ലൈ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം എംറ്റി ആക്കി ഇട്ടിട്ടുള്ളത്. അതും കൂടി വരുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആവും. അതുപോലെ തന്നെ ഈ സംഭവം പക്ക മെറ്റൽ തന്നെയാണ് വരുന്നത്. ഇതിനെ ജസ്റ്റ് ഇവിടേക്കായിട്ടൊന്ന് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ആകെയുള്ള പിടുത്തം എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ ഒരു ബോൾട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേതാ ഈ ഒരു പോർഷനിലായിട്ടും ബോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു 2 ബോൾട്ടിലാണ് ഇതിൻ്റെ ആകെയുള്ള പിടുത്തം എന്ന് പറയുന്നത്. പിന്നെ ഈ ജസ്റ്റ് ഈ ഒരു കട്ടിങ്ങിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വേറെ ഒരു തരത്തിലുള്ള പിടുത്തമില്ല. പക്ഷേ നമുക്കിത് നല്ല യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ അത്യാവശ്യം കാണാനും കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിക്കുള്ള ഒരു ഡിസൈനുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിലനിർത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ ടോപ്പിക്കും ഏകദേശം ഒന്ന് കവറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളെ ട്രാൻസ്ഫർ കേസാണ്. മൂന്നാമത്തെ ടോപ്പിക്കാണത്. അപ്പോൾ അതെങ്ങനെ ചെയ്തതെന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നോർമൽ വണ്ടിയുടെ ഗിയർ ബോക്സിൻ്റെ ഗിയർ നോബ് അല്ലെങ്കിൽ ഗിയർ ലിവർ ഈ ഒരു പോർഷനിൽ നിന്നാണ് വരിക. അതിൻ്റെ ട്രാൻസ്ഫർ കേസ് ഏകദേശം ഈ ഒരു പോർഷനിലാണ് വന്ന് നിൽക്കുക. നമ്മളിത് ട്രാൻസ്ഫർ കേസ് ചെയ്ത സമയത്ത് കുറച്ചുകൂടി പിന്നിലേക്കായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏകദേശം ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ചിലർക്ക് കണ്ടാൽ അത് വേഗം മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ നോർമൽ ട്രാൻസ്ഫർ കേസ് ഇരിക്കുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തു എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് കയറിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ അടിഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള മേജർ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫൗണ്ടേഷൻ ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഫൗണ്ടേഷനാണ്. ഒന്നിവിടെ ഒന്നിവിടെ. ഈ 2 ഫൗണ്ടേഷൻ ശരിക്കിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു കട്ടിങ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക്. ഇവിടെ ഒന്ന് അതുപോലെ തന്നെ ഇവിടെ ഒന്നുമാണ് ഉണ്ടായിരുന്നത്. ഇതിനെ ഒന്ന് നമ്മൾ പിന്നിലേക്ക് മാറ്റി. അതുകൊണ്ടാണ് ഈ ഒരു ഗിയർ ബോക്സ് കുറച്ച് പിന്നിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പിന്നിലേക്ക് മാറ്റി. ഇവിടെയായിരുന്നു ആദ്യത്തെ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് മാറ്റിയതോടുകൂടി നമുക്ക് ജിപ്സിയുടെ ഒറിജിനൽ ട്രാൻസ്ഫർ കേസ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് മെയിൻ ഗിയർ ബോക്സിൽ നിന്ന് ഒരു കുഞ്ഞ് ഷാഫ്റ്റ് വന്ന് നമ്മളുടെ ട്രാൻസ്ഫർ കേസിലേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മളൊരു ഷാഫ്റ്റ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ട്രാൻസ്ഫർ കേസിൽ നിന്ന് ഒരു ചെറിയ ഒരു ഷാഫ്റ്റ് അല്ലെങ്കിൽ പ്രൊപ്പലർ ഷാഫ്റ്റ് നമ്മളുടെ ഹൗസിങ്ങിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനാദ്യം ഇരുന്നിരുന്നത് 410ൻ്റെ ട്രാൻസ്ഫർ കേസ് ആയിരുന്നു. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അത് മാറി ജസ്റ്റ് 413ലേക്കാണ് വന്നത്. 413 ആയപ്പോൾ നമുക്ക് ഒന്നും കൂടി ഓൺ റോഡ് പെർഫോമൻസ് കാര്യങ്ങൾ ഒന്നുകൂടി സ്മൂത്തായി. പഴയതിൻ്റെ അത്ര ടോർക്കി അല്ല എങ്കിൽ പോലും ഇത് ഓക്കെയാണ്. ഇപ്പോൾ ഒന്നും കൂടി കാല് കൊടുത്ത് നമുക്ക് ചില ടെറൈൻസ് കയറി പോകണം എന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് അത്ര വേണ്ടിയിരുന്നില്ല. അപ്പോൾ ഇതും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഈ ഒരു അപ്ഡേഷനാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നീട് ചെയ്സ് പൊളഞ്ഞു പോകാതെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അഡീഷണൽ സപ്പോർട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മളുടെ ഗിയർ ബോക്സിൻ്റെ മൂന്നാമത്തെ ഫൗണ്ടേഷൻ ഇരിക്കുന്ന ഒരു സപ്പോർട്ട്. പിന്നെ ഈ ഒരു നമ്മളുടെ പ്രൊപ്പലർ ഷാഫ്റ്റിന് കുറച്ചും കൂടി നീളം വന്നിട്ടുണ്ട്. ഈ നീളം വന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേഷനിൽ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ജോയിൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഷാഫ്റ്റ് നന്നായിട്ട് കിടന്ന് അടിക്കുന്ന ഒരു സൗണ്ട് നമുക്ക് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു പ്രോബ്ലമാണ്. എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ളത്. ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നോർമൽ രീതിക്ക് തന്നെയാണ്. പിന്നെ ഈ ഒരു ടയറിൻ്റെ ഇത് താങ്ങാത്തതുകൊണ്ട് ഇവിടെ പൊട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ടയർ ക്യാരിയറിൻ്റെ ഒരു ഇത് ചെയ്യാണ്ട് അത് ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ മേജർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആഫ്റ്റർ 2 ഇയേഴ്സായിട്ട് എനിക്ക് ഡീസൽ ജിപ്സി എന്ന് പറയുന്നതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് കിലോമീറ്റർ കാര്യങ്ങൾ ഞാനിത് കവർ ചെയ്തിട്ടുണ്ട്. പിന്നീട് എനിക്ക് മെയിൻ ഡ്രോബാക്കുമായിട്ട് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഗ്യാസ്കറ്റാണ്. മറ്റൊരു തരത്തിലും എനിക്ക് പണിയൊന്നുമില്ല. പിന്നെ കുറച്ച് അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കുറച്ച് പോയിട്ടുണ്ട്. അതല്ലാതെ എനിക്കിത് യാതൊരു തരത്തിലും പണിയുന്നില്ല. പലരും കമൻറ്റ് ചെയ്യാറുണ്ട് ഡീസൽ വണ്ടി ഭയങ്കര മെയിൻ്റനൻസ് അല്ലേ എന്നുള്ളതൊക്കെ.
നല്ല രീതിക്ക് കൊണ്ടുവരുന്ന പെട്രോളും ഡീസലും ഒരേപോലെ തന്നെയാണ്, വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു കാര്യത്തിലൊന്നും പേടിക്കേണ്ട. പിന്നെ ഈ ടൊയോട്ട 1C എൻജിൻ എപ്പോൾ നിൽക്കും എന്നത് എനിക്കറിയില്ല. ഇതിൻ്റെ സ്പെയർ കാര്യങ്ങൾ കിട്ടാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനൊരു സെക്കൻഡറി എൻജിൻ എന്തായാലും നോക്കി വെക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ പ്രോപ്പറായിട്ട് ഇതിൻ്റെ പേപ്പർ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇത് ആൾറെഡി ഡീസലൈസ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ അതില്ലാത്ത വണ്ടികൾ എടുക്കുമ്പോൾ നിങ്ങൾക്കത് രണ്ടാമത് ചെയ്യാനുള്ള വകുപ്പ് ഇപ്പോഴത്തെ കാലത്ത് ഇല്ല. ഇത് പണ്ട് ഇതിൻ്റെ പെർമിഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മളുടെ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയറും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓഫ് റോഡ് ഞാൻ കൊണ്ടുപോകാറുണ്ട്, പക്ഷേ ഇത് പക്ക ഓഫ് റോഡ് പറ്റിയൊരു ടയറല്ല. ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇതിൽ ചളിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വണ്ടി കിടന്ന് തിരിയുന്നൊരു പ്രോബ്ലം കാര്യങ്ങളുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല കട്ടയ്ക്ക് ഓഫ് റോഡ് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ ഇതുണ്ടോ പല സ്ഥലത്തും ടയർ കാര്യങ്ങളൊക്കെ കീറിയിട്ടുമുണ്ട്. അപ്പോൾ നല്ലൊരു എംടി ടയർ എടുക്കുന്നതാവും ഒന്നുകൂടി ബെറ്റർ. പിന്നെ നല്ല സ്റ്റീൽ ട്രിം എടുക്കുക. ഓഫ് റോഡ് പോകുമ്പോൾ അലൈവിൽ ബെറ്റർ തന്നെയാണ്, നല്ല സ്ട്രെങ്ത് ആണ്. പക്ഷേ ഇങ്ങനെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് കാര്യങ്ങളല്ലാണ്ട് ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പണി തരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കാണുമ്പോൾ ഒരു വൃത്തി അത് ജസ്റ്റ് ഒന്ന് പോയി കിട്ടി. നല്ല ഭംഗിയുള്ള അലൈവിലായിരുന്നു, അതെന്തായാലും പോയി. പിന്നെ വേറെ വണ്ടിക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സ്ക്രാച്ചസ് വീഴുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഈ ഒരു റിംഗ് ലൈറ്റ് കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ ഒരു ഇതിലുള്ളത്. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഭയങ്കര വലിയ വീഡിയോ ഒന്നും അല്ല എന്നുള്ളത് എനിക്കറിയാം, എന്നാലും നിങ്ങൾക്കിത് ഇൻഫോർമേറ്റീവ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തൊരു സെമി ഹാർഡ് ടോപ്പ് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരാൾക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ എൻ്റെ നമ്പർ വേണമെന്നുള്ളവർക്ക് കമൻറ്റ് ബോക്സിലുണ്ട്, നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.